കുട്ടി, എല്ലാം കഴിഞ്ഞില്ലേ? ഇനി ആ താലിയും കഴിച്ചേ നിൽക്കൂ. വേഗം ആവട്ടെ. എന്ത് പറ്റി കുട്ടി? ഷൂട്ടിംഗ് കഴിഞ്ഞില്ലേ? ഇനി ആ താലി ഉരി തന്നിട്ട് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളൂ. ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഹലോ ഹലോ, റേഞ്ച് കുറവാ. ഒന്ന് ഉറക്കെ പറയാമോ? ആ, പറഞ്ഞോളൂ പറഞ്ഞോളൂ, കേക്കാം. ഏത് പെണ്ണും ഒരിക്കൽ മാത്രം കഴുത്തിലേറാൻ ആഗ്രഹിക്കുന്ന വിശ്വാസത്തിന്റെ അടയാളമാണ് ഈ താലി. പെണ്ണിനെന്നും കരുതലും തുണയുമാവുന്ന മഞ്ഞച്ചരട്. നടന്നതൊരു ബൊമ്മ കല്യാണോ, ക്യാമറ കല്യാണം. പക്ഷെ സാധാരണ ഒരു മഞ്ഞച്ചരടാണെന്ന് കരുതി വലിച്ചെറിയാൻ പറ്റുന്നില്ല. ഒരിക്കൽ കഴുത്തിലേറിയ താലിക്ക് മര്യാദ കൊടുക്കാത്ത ഒരു പെണ്ണും ജീവിച്ചിരിപ്പുണ്ടാവില്ല. സാധാരണ ഒരു മഞ്ഞച്ചരടാണെന്ന് കരുതി വലിച്ചെറിയാൻ പറ്റുന്നില്ല. ഒരിക്കൽ കഴുത്തിലേറിയ താലിക്ക് മര്യാദ കൊടുക്കാത്ത ഒരു പെണ്ണും ജീവിച്ചിരിപ്പുണ്ടാവില്ല. ശരിയാണോ തെറ്റാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഈ താലിക്ക് ഞാനും കൊടുക്കണം ഒരു മര്യാദ. അതിന് ഇതിനി ഇവിടെ തന്നെ വേണം. ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്നില്ല കല്യാണിക്ക്.
ഇതാരാ രാവിലെ ഒരുത്തൻ വന്ന് കുടികിടക്കുന്നേ? ആള് വടിയായോ? ലക്ഷണം കണ്ടിട്ട് പിരിവാണെന്ന് തോന്നുന്നില്ല. ഓ, ബ്രോക്കർ. അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളാകേണ്ടവളുടെ ഫോട്ടോയായിട്ട് വന്നതായിരിക്കും. വെറുതെ ടൈം വേസ്റ്റാ. എന്റെ ജയന്തി ഇവിടെ ഇരിക്കുമ്പോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാൻ അനുവദിക്കില്ല ഞാൻ. അല്ല, അവളെവിടെ? ആ, കിച്ചണിലായിരിക്കും. പോയി നോക്കിക്കളെ. കളി ജയിക്കണമെങ്കിൽ ഗ്യാലറിയിലിരുന്ന് കപ്പലണ്ടിയും കുറച്ച് കൈയടിച്ചിട്ട് കാര്യമില്ല. കളത്തിലിറങ്ങി കളിച്ചേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ അഖിലാണ്ടേശ്വരി വാ തുറന്ന തൃച്ചംബരത്ത് വന്നു കയറാനുള്ള മൂത്ത മരുമകൾ അങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം, മറ്റേതായിരിക്കണം, മറിച്ചതായിരിക്കണം, മാങ്ങാ തൊലിയായിരിക്കണം എന്ന് ഒരേ തള്ളല. ഇതിപ്പോ ഇയാള് കൊണ്ടുവന്നിരിക്കുന്ന മരമോന്തകൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് കണ്ടുകളയാം. നമസ്കാരം. സോറി മാഡം, സോറി. നമസ്കാരം മാഡം. ആ, ആ, രാവിലെ ഗുരുവായൂരിൽ നിന്ന് ട്രെയിനിൽ വന്നതേ ഉള്ളൂ. ഉറക്കം ശരിയായില്ല, അതാ. ശരി ശരി, കൊണ്ടുവന്ന ഫോട്ടോസ് ഒക്കെ ഇങ്ങെടുക്ക്, കാണട്ടെ. അല്ല, കക്ഷത്തൊരു ഡയറി ഒന്നും കാണുന്നില്ലല്ലോ. ഫോട്ടോസ് ഒന്നും കൊണ്ടുവന്നില്ലേ? അയ്യോ, അതൊക്കെ പഴഞ്ഞ ഏർപ്പാടല്ലേ മാഡം. അതെ, ഫോട്ടോസും ഡയറിയും ഒന്നും ഇപ്പൊ കൊണ്ട് നടക്കാറില്ല. ഫോട്ടോ ഒന്നും ഇല്ലെന്നോ? അപ്പൊ പിന്നെ താൻ എവിടുത്തെ ബ്രോക്കറാ? ഛേ, അഖിലേച്ചി ഇപ്പൊ പെൺകുട്ടികളുടെ ഫോട്ടോ കാണാൻ വരുമ്പോ താൻ എന്ത് പറയും? ഡാൻസ് കളിച്ച് കാണിക്കാതെ ഇങ്ങനെ. സോറി മാഡം, മാഡം ഒട്ടും അപ്ഡേറ്റഡ് അല്ലാന്ന് മനസ്സിലായി. ഞങ്ങളെ ആരും ഇപ്പം ബ്രോക്കർ എന്ന് വിളിക്കാറില്ല. വി ആർ മീഡിയേറ്റേഴ്സ്. ഓ, ബ്രൈഡിനും ഗ്രൂമിനും ഇടയിൽ ഞങ്ങൾ മീഡിയേറ്ററായി വർക്ക് ചെയ്യുന്നു. അലയൻസ് ഓക്കെ ആയാൽ ഫീസ് ഉണ്ടാവും. അതിനാവശ്യം രണ്ട് ഇൻസ്ട്രുമെന്റ്സാ. ഒന്നുതാ ഇതും, ദാ പിന്നെ ഇതും. എന്റെ ഇളയമ്മ, പഴയ കാലവും നല്ലത്. ദേ, ഇദ്ദേഹത്തിന്റെ വേഷമെങ്കിലും പഴയതാണെന്ന് പറയാം. മറ്റുള്ളവരെല്ലാം ഷൂസും ടൈയൊക്കെ ഇട്ട് വെൽ എക്സിക്യൂട്ടീവ് ലുക്കില. പിന്നെ ഇപ്പൊ പെണ്ണും ചെറുക്കനും ഇൻസ്റ്റാഗ്രാമിലൂടെ കാണുന്ന, ഫേസ്ബുക്കിലൂടെ സംസാരിക്കും, വാട്സപ്പിലൂടെ പ്രണയിക്കും, പിന്നെ സ്കൈപ്പിലൂടെ കല്യാണം കഴിച്ച് ട്വിറ്ററിലൂടെ ഡിവേഴ്സ് ചെയ്ത് അവരവരുടെ പാട് നോക്കി പോവും. ഓഹോ, ഇതാണ് ഇപ്പോഴത്തെ റൂട്ടീൻ. ഇത്ര അഡ്വാൻസ്ഡ് ആ ലോകം ഇപ്പോ. അയ്യോ, മതി മതി. നീ ഈ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ആദ്യ രാത്രിയെങ്കിലും പെണ്ണും ചെക്കനും തമ്മിൽ കാണുവോ? അതറിഞ്ഞാ മതി എനിക്ക്. അതൊരു ചോദ്യമാണ്. ആ, പക്ഷെ തൽക്കാലം ഉത്തരം പറയാൻ ഇളയമ ആയതുകൊണ്ടും ഞാനായതുകൊണ്ടും ഞാൻ അതിന് ശ്രമിക്കുന്നില്ല. ആ, ശരി. ദേ, അമ്മ ഇപ്പൊ വരും. ആ, വന്നല്ലോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ് മോർണിംഗ്. ഇരിക്കൂ. ഓ, അവനെ എങ്ങനെയുള്ള പെൺകുട്ടികളെയാണ് വേണ്ടതെന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലേ? പറഞ്ഞിരുന്നു സാർ. അതുകൊണ്ട് തൃച്ചംബരത്തെ അന്തസ്സിനും സ്റ്റാറ്റസിനും ചേർന്ന പെൺകുട്ടികളുടെ ഫോട്ടോ മാത്രം കാണിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഓ, വേറെ ഫോട്ടോസ് ഒന്നും കാണിച്ച് വെറുതെ സമയം മെനക്കെടുത്തണ്ട. ഇല്ല മാഡം. മാഡം പറഞ്ഞ പോലുള്ള പെൺകുട്ടികളുടെ ഫോട്ടോസാണ് ഞാൻ ഈ പെൻഡ്രൈവിലാക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ലാപ്ടോപ്പിലോ ടിവിയിലോ പ്ലേ ചെയ്യുമ്പോൾ ഓരോ പെൺകുട്ടികളുടെയും ഡീറ്റെയിൽസ് ഞാൻ പറയാം. എല്ലാവർക്കും ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാമല്ലോ. ഓക്കെ, റൈറ്റ്. കമല, യെസ് മാഡം. ആ പെൻഡ്രൈവ് വാങ്ങി ടിവിയിൽ കണക്ട് ചെയ്ത് പ്ലേ ചെയ്. ഇതാ.
വർഷ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഗോവിന്ദ മേനോന്റെ കൊച്ചുമോള. US-ൽ നിന്ന് MBA പൂർത്തിയാക്കി കഴിഞ്ഞ ആഴ്ച നാട്ടിലേക്ക് വന്നതേ ഉള്ളൂ. ബ്രോ വർഷ ഇഷ്ടായോ? നാണിക്കാതെ പറ ബ്രോ. വർഷയാണോ എന്റെ ചേട്ടത്തിയമ്മ? വർഷേട്ടത്തിയമ്മ. നീ ഒന്ന് അടങ്ങിയേ. കമല നെക്സ്റ്റ്. ഇത് പൂജ, ഡൽഹിയിലെ എയിംസ് ഹോസ്പിറ്റലിലെ ഡോക്ടറാ. പൂജ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ഓണർ വേണുഗോപാൽ സാറിന്റെ ഒരേ ഒരു മോള. കമല നെക്സ്റ്റ്. ബ്രോ ഇത് കൊള്ളാട്ടാ. നന്നായിട്ടും നോക്കിയേ. അവളുടെ ആ കണ്ണുകളിൽ പ്രണയത്തിന്റെ ഒരു ആഴക്കടല് കാണുന്നില്ലേ? ആഴക്കൊടല്. നീ ഒന്ന് വായടച്ച് നിൽക്കോ. ചേടാ ഇതാരാ? ഇത് പേരൂർ കോവിലകത്തെ രവിവർമ്മ രാജയുടെ ചെറുമോളാ വേദ. പേരൂർ കോവിലകത്തെയോ? റിയലി? അതേ മേഡം. കുട്ടി US-ൽ നിന്ന് MD കഴിഞ്ഞ് നിൽക്കുക. ഈ കല്യാണത്തിന് അവർക്ക് വലിയ താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. തൃച്ചംബരം ഫാമിലിയെ കുറിച്ച് വലിയ അഭിപ്രായമാ. ദാറ്റ്സ് ഗുഡ്. കുട്ടി കാഴ്ചക്ക് വലിയ തരക്കേടൊന്നുമില്ലാന്ന് തോന്നുന്നു. അതെ, എനിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിയോ കോവിലകത്തെ ഉത്തരവാദിത്തപ്പെട്ട ആരെയെങ്കിലുമോ വീഡിയോ കോൺഫറൻസിന് കിട്ടുമെന്ന് ചോദിക്കാം. ഇപ്പൊ തന്നെ കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്യാം. എന്താണത്? ആർ യു ഓക്കേ വിത്ത് ഹർ? അതാണ് സജസ്റ്റ് ചെയ്യാനുള്ളതെങ്കിൽ. പക്ഷേ മേഡം, ഇതിനു ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തു പറ്റി? പെണ്ണിന് വല്ല വൈകല്യം ഉണ്ടോ? അല്ല വല്ല മുടന്തോ വിക്കോ അങ്ങനെ എന്തെങ്കിലും? ഏയ്, അതൊന്നുമല്ല. കുട്ടി പെർഫെക്റ്റാ. പിന്നെന്താ കുഴപ്പം? നിങ്ങൾ അത് പറയും. അത് കല്യാണം കഴിഞ്ഞാൽ പയ്യൻ കോവിലകത്ത് തന്നെ താമസിക്കണം, ദത്ത് പോലെ. വാട്ട്? എന്റെ മകൻ ആനന്ദിനെ ദത്ത് കല്യാണം നടത്തണമെന്നോ? പേരൂർ കോവിലകത്തിന്റെ ആഗ്രഹമാണോ ഇത്? അതോ അവര് വെച്ച കണ്ടീഷനോ? അതല്ല മേഡം, രവിവർമ്മ രാജയ്ക്ക് കൊച്ചുമകളോടുള്ള വാത്സല്യം കൂടുതലോട്ടാ. അതല്ലാതെ ഇത് തന്നെയാ അവസരം. ഇപ്പൊ കളിച്ച ഈ കല്യാണ ആലോചനയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടും. കൊള്ളാടോ കൊള്ളാം. അപ്പോ പേരൂർ കോവിലകത്തെ ഉള്ളൂ കരുതലും വാത്സല്യം ഒക്കെ അല്ലേ? എടോ, ഞങ്ങളെ ആനന്ദിന്റെ മാർക്കറ്റിൽ നിന്ന് തവിട് കൊടുത്ത് വാങ്ങിയതൊന്നും അല്ല. ദേ, ഈ അഖിലേച്ചിയുടെ ജീവനോ ഇവൻ. ജീവൻ അറിയോടോ തനിക്ക്? ദത്ത് കല്യാണം ഉറപ്പിക്കാൻ വന്നിരിക്കുന്ന ഒരു മീഡിയേറ്റർ. വിലാസിനെ, ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന പേരൂർ കോവിലകം അങ്ങനെ ഒരു നിബന്ധന വെച്ചതിൽ തെറ്റില്ല. പക്ഷേ ഈ സംബന്ധവുമായി താൻ ഈ തൃച്ചംബരം പടികടന്ന് വന്നതാ തെറ്റ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് പോറ്റി പറഞ്ഞിട്ടായിപ്പോയി തന്റെ ഈ വരവ്. ഇല്ലെങ്കിൽ ഇന്നത്തോടെ തീർന്നനെ തന്റെ ഈ ബ്രോക്കർ പണി. എന്നോട് ക്ഷമിക്കണം മേഡം, അറിയാതെ ഒരു തെറ്റുപറ്റി പോയതാ. ഇത് വെച്ചൊരു കളി കളിക്കാന്ന് വിചാരിച്ചതാ. അതിനിടയിൽ കയറി ഇടങ്കോലിട്ടു. അഖിലേ, ജസ്റ്റ് റിലാക്സ്. അയാൾക്ക് അറിയാതെ തെറ്റുപറ്റി പോയതല്ലേ. വേറെ ഫോട്ടോസ് ഉണ്ടോ? ഉണ്ട് സാർ. അഖിലേ, ഇനിയും ഫോട്ടോസ് ഉണ്ട്. നമുക്ക് അതും കൂടി കാണാം. അറിയാലോ, നമ്മുടെ മുന്നിൽ സമയം വളരെ കുറച്ചേ ഉള്ളൂ. വായിരിക്കും. കമല പ്ലേ ചെയ്. ഇത് തനുശ്രീ, രാജ്യസഭാ MP ശ്രീധര മേനോന്റെ മോള. നെക്സ്റ്റ്.
ഇത് ഈയിടെ കിട്ടിയൊരു ഫോട്ടോയാ. കണ്ടപ്പോ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചേ തീരുള്ളൂ എന്ന് തോന്നി. ഈ കുട്ടിയുടെ പേരറിയാൻ വയ്യ, പക്ഷേ മുഖലക്ഷണവും ആഭരണങ്ങളും ഒക്കെ കണ്ടിട്ട് ഏതോ റോയൽ ഫാമിലിയിലെ പെണ്ണാണെന്ന് തീർച്ച. എന്റെ ഒരു തോന്നലും അനുഭവം വച്ചാണെങ്കിൽ ഒരു സത്യം പറയാം മേഡം, ഈ പെൺകുട്ടി മാത്രമാണ് ഇവിടത്തെ പയ്യന് എന്തുകൊണ്ട് യോജിച്ച ജോഡി. സാക്ഷാൽ മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും പോലെ ഇരിക്കും. പെണ്ണിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഞാൻ ഉടനെ പറയാം. അയ്യോ. എഴുന്നേക്കടോ, എഴുന്നേക്കാൻ. എഴുന്നേക്കടോ, എഴുന്നേക്കാൻ. ഇവളാണോ ഇവളാണോ താൻ പറഞ്ഞ റോയൽ ഫാമിലിയിലെ പെണ്ണ്? ആണോന്ന്? എന്റെ വീട്ടിലെ അടുക്കളക്കാരിയുടെ ഫോട്ടോയും കൊണ്ട് എന്റെ മകനെ തന്നെ പെണ്ണാലോചിക്കാൻ വന്നിരിക്കുന്നു. തന്നെയൊക്കെ ഞാൻ... എന്നോട് ക്ഷമിക്കണം മേഡം, എനിക്കൊരു ഏജന്റ് അയച്ചു തന്ന ഫോട്ടോയായത്. ഈ ഫോട്ടോ കണ്ടപ്പോ ഏതോ വലിയ വീട്ടിലെ പെണ്ണാണെന്ന് ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചു പോയി. ക്ഷമിച്ച് മാപ്പാക്കണം മേഡം. തന്റെ ഒരു തെറ്റിദ്ധാരണയും മാപ്പും. എടോ, ഒരു പെൺകുട്ടി എന്റെ മകന്റെ അരികിൽ നിൽക്കണമെങ്കിൽ പോലും വേണം അവൾക്കൊരു മിനിമം യോഗ്യത. ഇതൊരുമാതിരി... നോക്ക്, അവന്റെ അരികിലിരുന്ന് അവൻ താലി കെട്ടുന്ന പെൺകുട്ടിയെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. വെറും ഒരു പാഴ് സ്വപ്നത്തിലാണെങ്കിൽ പോലും ആ സ്ഥാനത്ത് വെറും ഒരു സെർവന്റിനെ അഖിലാണ്ടേശ്വരി സഹിക്കില്ല, ക്ഷമിക്കില്ല. അഖിലാണ്ടേശ്വരി, മനസ്സിലായോ? തനിക്ക് മനസ്സിലായോന്നു?